എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഗുഡ് മോർണിംഗ്. നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടു കൂടെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രത്യാശിക്കുന്നു. പൗരുഷ്യൻ കുടുംബത്തിൽ നിന്ന് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. 20-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അങ്ങ് അവനെ ആനന്ദിപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അങ്ങ് അവനെ ആനന്ദിപ്പിക്കുന്നു. ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വചനപ്രഭാതം കേൾക്കുന്നതെങ്കിൽ, അഥവാ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാത്ത ആളാണെങ്കിൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം പിടികിട്ടത്തില്ല. ഇങ്ങനെയാണ് വായിച്ചത്: ദൈവമേ, അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അങ്ങ് അവനെ ആനന്ദിപ്പിക്കുന്നു. അവൻ എന്ന് പറയുന്ന ആരാണ്? ദാവീദാണ്. അനുഗ്രഹിക്കുന്ന ആരാണ്? ദൈവമാണ്. അപ്പൊ പിന്നെ പാടുന്ന ആരാണ്? ദാവീദിന് വേണ്ടി അവരുടെ കൊയർ പാടുന്നതാണ്, അവരുടെ സഭ പാടുന്നതാണ്. അവർക്ക് ആ സംസ്കാരം ഉണ്ടായിരുന്നു. അവരുടെ ലീഡേഴ്സിനെ അവർ ബഹുമാനിച്ചിരുന്നു. ഉടനെ ഒരാൾ പറയാന്നിരിക്കട്ടെ, ഇന്നത്തെ ലീഡേഴ്സിനെ പോലെയൊന്നും അല്ലായിരുന്നു അന്നത്തെ ലീഡേഴ്സ്. അത് ശരിയാണോ? ദാവീദ് അത്ര നല്ല പുള്ളിയാണോ? എന്തെല്ലാം കുഴപ്പങ്ങൾ ആ പുള്ളിക്കുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് വായിച്ച് പഠിച്ച് നോക്ക്. എന്നാലും ദൈവം ഒരാളെ ആക്കി വെച്ചാൽ അങ്ങേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങേരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആ ചർച്ചിൻ്റെ സ്റ്റാൻഡേർഡായിരുന്നു. അപ്പോൾ ദാവീദിൻ്റെ ആ നന്മയെ പ്രകീർത്തിക്കുകയാണ്. ദാവീദ് പ്രാർത്ഥനാ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് ഇവർ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് ദാവീദിനെ ആനന്ദിപ്പിക്കുന്നു. നമുക്കത് നമ്മളോടുള്ള തിരുവചനമായിട്ട് ഈ ദിവസത്തിൽ ഏറ്റെടുക്കാം. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് നീ എന്നെ ആനന്ദിപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അങ്ങ് എന്നെ ഇന്ന് ആനന്ദിപ്പിക്കുന്നു. അപ്പോൾ ഒരു വാക്യം 16-ാം സങ്കീർത്തനത്തിലേത് ഓർമ്മ വരുന്നു. ദൈവമേ, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ശരിയല്ലേ? അപ്പൊ സന്തോഷത്തിൻ്റെ സമൃദ്ധി ആഗ്രഹിക്കുന്നവരെല്ലാം സന്നിധിയിലേക്ക് വരട്ടെ. സന്തോഷ സമൃദ്ധി ആഗ്രഹിക്കുന്നവരെല്ലാം സാന്നിധ്യത്തിലേക്ക് വരട്ടെ. ഈ കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. ദൈവസാന്നിധ്യത്തിലേക്കൊരുവൻ വന്നാൽ അവൻ അനുഭവിക്കുന്ന സന്തോഷ സമൃദ്ധി അവർണ്ണനീയമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിൻ്റെ അത്യുന്നത നിമിഷത്തിലേക്ക് നാം കയറണം. ഈ ചർച്ച് വന്ന ഉടനെ ദൈവസാന്നിധ്യം ഒന്നും ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ചർച്ച് ദൈവസാന്നിധ്യമാണെന്ന് നമ്മൾ പറയുമെങ്കിലും ചർച്ചിനകത്ത്, എല്ലാ ചർച്ചിലും ഇപ്പോഴും ദൈവസാന്നിധ്യമൊന്നുമില്ല. എന്നാൽ ചില ദിവസം ദൈവസാന്നിധ്യം ശക്തമായി നമ്മൾ അനുഭവിക്കും. അപ്പം അതിനുള്ള മാർഗം ബൈബിളിലുണ്ട്. സ്തുതി ആരാധന. സ്തുതിയും ആരാധനയും ശക്തമായി നടക്കുമ്പോൾ
അവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് വന്ന് മൂടും, പ്രസൻസ് വന്ന് നിറയും. അങ്ങനെ നിറഞ്ഞു കവിയുമ്പോൾ സന്തോഷത്തിൻ്റെ സമൃദ്ധി നാം അനുഭവിക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ കുറച്ചുകൂടെ അനുഗ്രഹമാണ്. യു ഹാവ് മേഡ് ഹിം ഗ്ലാഡ് ആൻഡ് ജോയ്ഫുൾ ബിക്കോസ് യു ആർ വിത്ത് ഹിം. നമുക്കത് നാക്കണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വായിച്ചത്. യു ഹാവ് മെയ്ഡ് മീ ഗ്ലാഡ് ആൻഡ് ജോയ്ഫുൾ ബിക്കോസ് യു ആർ വിത്ത് മീ. ദൈവമേ, നീ എന്നെ സന്തോഷത്തിൻ്റെ പരിപൂർണതയിലാക്കും. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിന്നോട് കൂടെയാണ്, നീ എന്നോട് കൂടെയാണ്. ഈ വചനം ഇതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.